ഏതാ കൂടുതൽ എൻജോയ് ചെയ്യണേ? ഇപ്പൊ ആക്ടർ എന്നുള്ളതാണോ എഴുത്തുകാരൻ എന്നുള്ളതാണോ? ആഗ്രഹം ആക്ടിങ് എന്നുള്ള കുഞ്ഞിലെ പോലെ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാല് നടനാവണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് നേരിട്ട് ഒന്ന് ചോദിക്കാനേ മടിയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ചോദിക്കാതെ തന്നെയല്ല ഇങ്ങോട്ട് വന്നത് ഷാഫി സാറിന്റെ. അതങ്ങനെയാണ്. പക്ഷെ എനിക്ക് മിമിക്രി ടി വിയിൽ വരിക എന്നുള്ളത് വലിയ ബാലികറമലയായിരുന്നു. ഇതാണ് പറഞ്ഞത്, സ്കിറ്റിൽ കളിക്കാൻ കയറ്റുന്നില്ല. ജസ്റ്റ് സ്കിറ്റിൽ കളിക്കാൻ പിള്ളേർക്കൊക്കെ അത് കാരണം എന്നെ ആരും കുറ്റം പറയുന്നല്ല. പണ്ടിപ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എഴുത്തിന്റെ ബലമാണ്. ഞാന് രമ്യക്കും ബൈജു ജോസും ബാബുച്ചേട്ടനും അവർക്ക് വേണ്ടി എഴുതി കഴിഞ്ഞതിന് ശേഷമാണ്, എത്രയോ 150 എപ്പിസോഡിന് ശേഷമാണ് ഞാൻ വരുന്നത് പോലും. അപ്പൊ അങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട് വന്ന് ധൈര്യം വന്ന് ചെയ്തതാണ്. അപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നു, ബോംബ് കഥ സ്ക്രീനിൽ കാണുന്നത് വരെ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. സത്യമായ കാര്യമാണ്, പറഞ്ഞു വിശ്വസിക്കില്ല. എല്ലാവരും പറയും അത് നീ കൊണ്ടുപോകണമെങ്കിൽ പ്ലാനാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ വിഷ്ണുവിനോട് എനിക്ക് അന്ന് തുടങ്ങി ഭയങ്കര ബഹുമാനം. കാരണം 15 വയസ്സിൽ എൻ്റെ വീട് അപ്പൂൻ്റെ ചെയ്യുമ്പോൾ തന്നെ ഇവൻ്റെ ഐറ്റം ഉണ്ട്, സംഭവം ഉണ്ട്, നമുക്ക് മനസ്സിലാവും. എൻ്റെ കയ്യിൽ ഞാൻ കൂടുതൽ ഈ എഴുത്തിലേക്ക് തന്നെ കടന്നുകൊണ്ട് എനിക്ക് അഭിനയിക്കുന്നതിൻ്റെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഡൗൺ ആയി പോകും. അതാണ് നിങ്ങൾ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയണേ. അതാണ് അറിയേണ്ടത്. അങ്ങനെ ഞാൻ ആർട്ടിസ്റ്റ് എന്ന് പറയാനുള്ള ഒരു ധൈര്യത്തിലേക്ക് ഞാൻ വന്നിട്ടില്ല. ഇനിയിപ്പോ എന്താണ് ഒരു സ്വപ്നം? എന്റെ ഡയറക്ഷൻ സ്വപ്നം ഉണ്ടോ? ഇല്ല, സ്വപ്നമൊന്നുമില്ല. ഇങ്ങനെ പോവുക, സന്തോഷമായിട്ട് പോവുക. ബെസ്റ്റ് ആദ്യം അതാണ്. സിനിമ ഉണ്ടെങ്കിലോ സിനിമ ഇല്ലെങ്കിലോ, വേഷങ്ങളുണ്ടെങ്കിലോ വേഷങ്ങളില്ലെങ്കിലോ, അതൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഹാപ്പി ആയിട്ടിരിക്കുക, മരിക്കണ ഒരു സമാധാനമായിട്ടിരിക്കുക, മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക, മാറാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊന്നും. പിന്നെ എപ്പോഴും അപ്പം പിടിപ്പിച്ചെന്ന് എല്ലാവരും ഒരേപോലെ കാണാൻ പഠിക്കുക. അപ്പം എന്നോട് ആകെ അത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ, വേറെ ഒന്നും വലിയ കാര്യത്തിന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പം കൽപ്പനയാണ്. അപ്പം എന്നോട് പറഞ്ഞത് എല്ലാവരും ഒരേപോലെയാണ്, മനുഷ്യരാണ്. അപ്പം സ്ഥാനം വെച്ചിട്ട് അവരാ ഇന്ന് സാറേന്നോ നാളെ നീ ചേട്ടാന്ന് വിളിച്ചാൽ മരണം വരെ ചേട്ടാ. പിന്നെ ഇന്ന് നിനക്ക് നിന്നിൽ താഴെയുള്ള ഒരാൾ വന്നെന്ന് വിചാരിച്ചു, അയാളോട് നീ വേറെ രീതിയിൽ പെരുമാറി, നിന്റെ ആ താഴെ വെച്ചിട്ട് തന്നെ നീ പെരുമാറി, നാളെ അവൻ എവിടെ ഉയരുന്നു നമുക്കറിയാമല്ലോ. അപ്പൊ അവനെ നാളെ കാണുമ്പോൾ നിനക്കൊരു ചമ്മൽ ഉണ്ടാവില്ല. നീ അതുകൊണ്ട് ഇപ്പോഴേ അയാളെ മര്യാദയ്ക്ക് പെരുമാറിക്കോ, അപ്പൊ എപ്പോ കണ്ടാലും ഓക്കെയാണ്. ഇത് ഒരു സാധനമാണ് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളൊരു ഘടകം. അതുകൊണ്ട് ഞാനത് എപ്പോഴും കീപ്പ് ചെയ്യും. അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റണം. മാറ്റങ്ങൾ നമ്മളല്ലല്ലോ പറയേണ്ടത്, മറ്റുള്ളവരാണ്. നമ്മളറിയാതെ മാറിപ്പോകുന്നവരാണ് മനുഷ്യർ. അതെപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്നേ വരെ, ഈ നിമിഷം വരെ ഇല്ല. ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അഭിനയത്തിലുപരിയായിട്ട് ഈ പ്രൊഫഷൻ ടീച്ചിങ് ആയിരുന്നല്ലോ, ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിലെ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയ്യിൽ മനസ്സിൽ ഇങ്ങനെ തന്നെ പോകണം എന്നൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നടത്തിയ ഭയങ്കര സംഭവമായിരിക്കും. അല്ല, ഇത്രേ ഉള്ളൂ. ഇപ്പൊ എന്നെ പടങ്ങൾ കണ്ടു, വീണ്ടും ഒരു പടം കണ്ടു, വീണ്ടും ഒരു പടം കണ്ടു. എൻ്റെ ഈ വൈകല്യമാണെങ്കിലും ഡിസബിലിറ്റി എന്ന് പറയുന്ന സാധനമാണെങ്കിലും ഇതൊരു കാഴ്ചയ്ക്ക് ശീലമായി മാറണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാ ഡിസേബിൾ ആളുകളെയും എല്ലാ ശീലവും ഇത് നോർമൽ കേസാവും. ഉദാഹരണത്തിന് ഞാൻ തലശ്ശേരിയിൽ നിന്ന് BEd പഠിക്കാൻ തലശ്ശേരിയിലാണ്, ബ്രിണ്ണലിലാണ്. അവിടെ നിന്ന് വരുമ്പോൾ ഡിസേബിൾഡ് ബോഗിയിലാണ് ഞാൻ കയറുള്ളത്. അപ്പോൾ അവിടെ കോഴിക്കോട് നിന്ന് മിണ്ടാൻ പറ്റാത്ത ഒരുപാട് പിള്ളേർ ആ ബോഗിയിൽ കയറും. അപ്പോൾ അവരായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കലുണ്ട്. ഇങ്ങനെ സംസാരിച്ച് എനിക്ക് അന്ന് തോന്നിയ ആശയമാണ്. ഇത് തന്നെയാണ് ഞാൻ ഇപ്പം എൻ്റെ രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് തോന്നിയെന്ന് വെച്ചാൽ അവരുടെ ഭാഷ നമ്മൾ 1ാം ക്ലാസ് മുതൽ സാധാരണ ആളുകൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലോകമായി, അവർക്കൂടെ ആർക്ക് സംസാരിക്കാം, അവരുടെ ഇത് ഇല്ല, അവരും ഹാപ്പി. അത് തന്നെയാണ് ഞാൻ പഠിക്കുന്നത്. അച്ഛൻ പറഞ്ഞ അതിലേക്ക് തന്നെയാണ് എത്തണത്, എല്ലാവരും ഒരേപോലെ എന്നുള്ള ഇതിലേക്ക്. അപ്പൊ എന്റെ ആഗ്രഹം അതാണ്, ശീലമാക്കുക. അപ്പൊ എല്ലാവരുടെയും കണ്ണിൽ ഒരേപോലെ. ബോംബെയിൽ അത് തന്നെ പറയുന്നുണ്ട്. അതൊരു വലിയൊരു ആഗ്രഹമാണ്.